ഹായ് ഓൾ, വെൽക്കം ടു ടെക് പി എസ് സി. നമുക്കറിയാം അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24 നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളൊരു വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ളൊരു 40 ദിവസം നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ സ്മാർട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അതിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു സിലബസിൽ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റിൻ്റെ സിലബസിൽ പ്രധാനമായിട്ടും 10 മൊഡ്യൂൾസ് ആണുള്ളത്. അപ്പോൾ ഞാൻ ആ മൊഡ്യൂൾസിൻ്റെ പേര് ആദ്യം ക്രമത്തിലൊന്ന് പറയാം. എന്നിട്ട് ഓരോ ഡേയ്സിലും ഇന്ന മൊഡ്യൂളിൻ്റെ നമ്പറും അതിൽ നിന്നും ഏത് ടോപ്പിക്കാണ് സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കായിരിക്കും പറയുക. അപ്പോൾ അതിൽ തന്നെ ഏത് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും ഇന്നൊരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ക്രോപ്പ് പ്രൊഡക്ഷൻ പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസസ് ആണ്. മൊഡ്യൂൾ 2 അഗ്രോ മെറ്റീരിയോളജി. മൊഡ്യൂൾ 3 soil health and fertility management. Module 4 field crops and production practices. Module 5 horticulture crops and production practices. Module 6 വന്നിട്ട് plant breeding and plant physiology ആണ്. Module 7 crop health management ആണ്. Module 8 agrochemistry, power and irrigation. Module 9 agricultural extension and technology transfer. Module 10 അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇത്രയാണ് 10 മൊഡ്യൂളായിട്ട് വരുന്നത്. അതിൽ ഒന്നാമത്തെ ദിവസം നമ്മൾ മൊഡ്യൂൾ 1 ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് പ്രിൻസിപ്പൽ പ്രാക്ടീസസ്, ആ മൊഡ്യൂൾ 1 ഫണ്ടമെൻറ്റൽസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഡേ സെക്കൻഡിൽ നമുക്ക് മൊഡ്യൂൾ 2 മെറ്റീരിയോളജി എന്ന് പറയുന്ന പാർട്ട് കവർ ചെയ്യാം. മൊഡ്യൂൾ 3 ഫണ്ടമെൻറ്റൽസ് ഓഫ് സോയിൽ ഇറോഷൻ ആൻഡ് കൺസർവേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നാലാമത്തെ ദിവസം മൊഡ്യൂൾ 4 റൈസ് എന്ന് പറയുന്ന ടോപ്പിക്. മൊഡ്യൂൾ 4 ഫീൽഡ് ക്രോപ്സ് ആൻഡ് പ്രൊഡക്ഷൻ പ്രാക്ടീസസ് ആണ്. അതിൽ റൈസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ചെയ്യാം, അത് പഠിക്കാം. അഞ്ചാമത്തെ ദിവസം നമുക്ക് മൊഡ്യൂൾ 5 വെജിറ്റബിൾ പ്രൊഡക്ഷൻ ആൻഡ് പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാം. ഡേ 6 നമുക്ക് മൊഡ്യൂൾ 1 തന്നെ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മൊഡ്യൂൾ 1 തിരിച്ചു പോകാം. 5 വരെ ആയല്ലോ, ഇനി മൊഡ്യൂൾ 1 ഒന്നും കൂടെ തിരിച്ചു പോയിട്ട് മൊഡ്യൂൾ 1 ഫാമിംഗ് സിസ്റ്റമാണ് ആറാമത്തെ ദിവസം നമ്മൾ കവർ ചെയ്യേണ്ടത്. ഏഴാമത്തെ ദിവസം നമുക്ക് മൊഡ്യൂൾ 2 അഗ്രികൾച്ചർ സീസൺസ് നമുക്ക് കവർ ചെയ്യാം. എട്ടാമത്തെ ദിവസം മൊഡ്യൂൾ 3 എഞ്ചിനീയറിംഗ് കൺസർവേഷൻ മെഷേഴ്സ് ആൻഡ് പ്ലാന്റ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഭാഗം കവർ ചെയ്യാം. ഓക്കെ, ഇനി 9ാമത്തെ ദിവസം മൊഡ്യൂൾ 4 ടപ്പിയോക്ക എന്ന് പറയുന്ന ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടത്. മൊഡ്യൂൾ 5 സ്പൈസസ്, മെഡിസിനൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് 10ാമത്തെ ദിവസം നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെ 10 ഡേയ്സ് ആയി കഴിഞ്ഞു. ഇനി ഡേ 11 നമുക്ക് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്, മൊഡ്യൂൾ 1 വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് നമുക്ക് കവർ ചെയ്യാം. ഇനി 12ാമത്തെ ദിവസം മൊഡ്യൂൾ 5 ഫ്രൂട്ട് കൾച്ചർ ആൻഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഭാഗം കവർ ചെയ്യാം. 13ാമത്തെ ദിവസം നമുക്ക് മൊഡ്യൂൾ 4 ഫോഡർ ക്രോപ്സ് എന്ന് പറയുന്ന ഭാഗമാണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. 14ാമത്തെ ദിവസം മൊഡ്യൂൾ 6 ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന ഭാഗം കവർ ചെയ്യാം. 15ാമത്തെ ദിവസം മൊഡ്യൂൾ 7 ക്രോപ്പ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗവും നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഇനി ഡേ 16 മൊഡ്യൂൾ 5 കൊമേഴ്ഷ്യൽ ഫ്ലോറികൾച്ചർ ആൻഡ് ഓർണമെൻ്റൽ ഗാർഡനിങ് എന്ന് പറയുന്ന പാർട്ട് കവർ ചെയ്യാം. 17th ഡേ നമുക്ക് മൊഡ്യൂൾ 3 ടില്ലേജ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ്, ഓർഗാനിക് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ് എന്നീ ഭാഗങ്ങൾ കവർ ചെയ്യാം. ഓക്കെ, ഇനി 18th ഡേ നമുക്ക് മൊഡ്യൂൾ 4 അതർ ക്രോപ്സ് എന്ന് പറയുന്ന ഭാഗം കവർ ചെയ്യാം. 19th ഡേ നമുക്ക് മൊഡ്യൂൾ 6 ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന ഭാഗം കവർ ചെയ്യാം. ഓക്കെ, ഇനി 20ാമത്തെ ദിവസം മൊഡ്യൂൾ 7 ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെൻ്റ് ആണ് മൊഡ്യൂൾ 7. അതിലെ ക്രോപ്പ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സബ് ടോപ്പിക് ഉണ്ട്, അതാണ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 20 ദിവസത്തെ ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞു. ഇനി 21ാമത്തെ ദിവസം മൊഡ്യൂൾ 5 വീണ്ടും തിരിച്ചു പോകാം. മൊഡ്യൂൾ 5 നഴ്സറി ടെക്നിക്സ് ആൻഡ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, സീഡ് പ്രൊഡക്ഷൻ എന്നീ ടോപ്പിക്ക് കവർ ചെയ്യണം. 22ാമത്തെ ദിവസം മൊഡ്യൂൾ 6 പ്ലാന്റ് ഫിസിയോളജിയാണ് കവർ ചെയ്യേണ്ടത്. 23 മൊഡ്യൂൾ 7 പ്ലാന്റ് ഡിസീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം കവർ ചെയ്യാം. 24ാമത്തെ ദിവസം മൊഡ്യൂൾ 8 പ്രൈമറി ടില്ലേജ് ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗം കവർ ചെയ്യാം. മൊഡ്യൂൾ 9 അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ 25ാമത്തെ ഡേ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഡേ 26 നമുക്ക് പ്ലാന്റ് ഫിസിയോളജി, മൊഡ്യൂൾ 6 പ്ലാന്റ് ഫിസിയോളജി വീണ്ടും
നമുക്ക് മൊഡ്യൂൾ 6ലേക്ക് വരാം. പ്ലാന്റ് ഫിസിയോളജിയാണ് ടോപ്പിക്ക്. 27ാമത്തെ ദിവസം പ്ലാന്റ് ഡിസീസസ് മാനേജ്മെൻറ്റ് നമുക്ക് മൊഡ്യൂൾ 7ലാണ് അതുള്ളത്. 28th ഡേ നമുക്ക് മൊഡ്യൂൾ 8ലെ കോൺസെപ്റ്റ് ഓഫ് വർക്ക്, പവർ ആൻഡ് എനർജി. 29th ഡേ മൊഡ്യൂൾ 9ലെ ഡിഫ്യൂഷൻ ആൻഡ് അഡോപ്ഷൻ ഓഫ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന ഭാഗം കവർ ചെയ്യാം. ഇനി 30ാമത്തെ ദിവസം മൊഡ്യൂൾ 10ലേക്ക് വരാം. അവിടെ റൂറൽ എക്കണോമി ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി 31ാമത്തെ ദിവസം മൊഡ്യൂൾ 7ലേക്ക് വരാം. മൊഡ്യൂൾ 7ലെ വീറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കവർ ചെയ്യാം. 32ാമത്തെ ദിവസം മൊഡ്യൂൾ 8ലുള്ള കോൺസെപ്റ്റ് ഓഫ് വർക്ക്, പവർ ആൻഡ് എനർജി കവർ ചെയ്യാം. മൊഡ്യൂൾ 9ലെ പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസസ് ഓഫ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് 33ാമത്തെ ഡേ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. 34ാമത്തെ ഡേ മൊഡ്യൂൾ 10ലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗവും 35ാമത്തെ ദിവസം മൊഡ്യൂൾ 8ലെ ഇറിഗേഷൻ എന്ന് പറയുന്ന ഭാഗവും നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, സോ 35 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അതിനുശേഷം സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറ്റുന്നിടത്തോളം മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. കാരണം മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനും ടൈം എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിക്കുകയുള്ളൂ. മാത്രമല്ല ഏതൊക്കെ ടോപ്പിക്സിലാണ് നമ്മൾ വീക്ക് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും നമുക്ക് ഈ ഒരു ടൈം പ്രയോജനപ്പെടുത്താം. ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ നമുക്ക് 36 മുതൽ 38 വരെയുള്ള ദിവസങ്ങളിൽ മോഡൽ എക്സാംസിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 20 മോഡൽ എക്സാമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 36 മുതൽ 39 വരെയുള്ള ഡേയ്സ് ഒന്ന് ക്ലബ് ചെയ്യാം. കാരണം ഓരോ ടെസ്റ്റ് നമ്മൾ ഒരു 3-4 മോക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് വീക്ക് ആയിട്ടുള്ളത്. സോ അങ്ങനെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് റിവിഷനും അതിന് വേണ്ടിയിട്ട് മൈൻഡ് മാപ്പ് ചെയ്യാനും കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ 39ാമത്തെ ദിവസം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ക്ലബ് ചെയ്യാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ 20 മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യണം. പാരലായിട്ട് തന്നെ എവിടെയൊക്കെയാണ് വീക്കായിട്ടുള്ളത് ആ ഒരു ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് കവറപ്പ് ചെയ്ത് മൈൻഡ് മാപ്പിനും റിവിഷനുമുള്ള സമയമാണ് 39ാമത്തെ ദിവസം. ഇനി 40ാമത്തെ ദിവസം നമുക്കൊരു എൻറ്റയർ സിലബസ് ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മാത്രമല്ല എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം കൂടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ നല്ല സ്ലീപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ദിവസം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമയം ഒരുപാട് എഫേർട്ടൊന്നും എടുക്കേണ്ട, ജസ്റ്റ് സിലബസിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കൊരു ക്വിക്ക് റിവിഷനാണ് വേണ്ടത്. എവിടെയെങ്കിലും മിസ്സിംഗ് ഏരിയാസ് ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം അതെന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC 40 ദിവസത്തെ അതിതീവ്ര പരിശീലന ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റീസിൻ്റെ 250 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ടിൽ എക്സാം ഡേറ്റ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു അത്യുഗ്രൻ പാക്കേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.